എന്റെ ഇന്നത്തെ ദിവസം മൊത്തം മാറ്റിമറിച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് തന്നെ പ്ലാനിങ് ആയിരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചക്കര പറഞ്ഞ എന്നെയും കൂടെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞത് വന്നിരിക്കുവാണ്. രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുന്ന ഒന്ന് പുറത്തോട്ട് പോകണമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി കഴിച്ചു. ദോശയും കടലക്കറിയായിരുന്നു. ചക്കര നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചക്കര പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോ എടുത്തു തരാം, നല്ല അടിപൊളിയായിട്ട് എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്യാവശ്യം നല്ലതായിട്ട് ചക്കര എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചക്കരയെ കൊണ്ടുപോയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നു കിടക്കുക. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം ഞാൻ ഇതങ്ങ് വിട്ടുപോയി. ഇന്നലെ ചക്കരയുടെ അച്ഛനാണ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരുമല്ലോ, ഒരു 10-15 മിനിറ്റത്തെ കാര്യമുള്ളല്ലോ എന്ന് പറഞ്ഞ് പോയതാണ്. ആദ്യം ഒരിടത്ത് പോയപ്പോഴത്തേക്ക് അവിടെ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ രണ്ടാമതൊരിടത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു ഡീസൽ വണ്ടി എടുക്കുന്ന ആളില്ല, അതുകൊണ്ട് നാളെ വന്നാൽ മതിയെന്ന്. അപ്പം പറ്റത്തില്ല, എനിക്ക് ഇന്ന് തന്നെ എടുക്കണം. അങ്ങനെ വേറൊരിടത്ത് പോയപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എടുത്ത് എല്ലാം തിരിച്ചു വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് പോയ ഞാനാണ്. അങ്ങനെ പെട്ടെന്ന് റെഡിയായി. അപ്പൊ ചക്കരയും മമ്മി റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ചക്കരയും കൂടെ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അതെന്താണെന്നുള്ളത് ചക്കര വഴിയെ പറയുവേ. അപ്പൊ ചക്കരയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കണമെന്നാണ് ഈ പറയുന്നത്. കാരണം ചക്കര ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടത്തില്ല. അപ്പൊ അങ്ങനെ ചക്കരയെ പുറകിലിരുത്തി അങ്ങനെ പതുക്കെ ഞങ്ങള് യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. എവിടെ പോവാ നമ്മള്? ശിവിയെ വിളിച്ച്. സിബി എന്ന് പറയുന്നത് എന്റെ ബ്രദറാണ്, അതായത് ചക്കരയുടെ അമ്മാവൻ അപ്പൊ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ അമ്മാവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അതായത് കൊച്ചിൻ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 3.5-4 മണിക്കൂർ എടുക്കും. എന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനും ചക്കരയും ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. എന്താവാകും, ചക്കര ഇരിക്കുവോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചക്കര പാവം അത്രയും നേരം ഒരു വഴക്കും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 6:30 കൂടിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പതുക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പോവായി. കാരണം 6:50 ആകുമ്പോഴത്തേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ പതുക്കെ നടന്നു. കാരണം ചക്കരയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് കുറെ നേരം കൊണ്ട് പറഞ്ഞു. കാരണം ഞങ്ങളൊരു 2:30 ആയപ്പോ ഇറങ്ങിയതാണ്. ടൈം ഇപ്പൊ ഏകദേശം ഒരു 6:30 ആയതേ ഉള്ളൂ. കാരണം 6:50 ആകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് വരണമെങ്കിൽ ഒരു 7:15 ആകും. അപ്പൊ ഞങ്ങൾക്ക് നല്ല ടൈം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ആളിനെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കരയ്ക്ക് ഉഴുന്നുവടയും ചായയും വാങ്ങിച്ചു. ഞാൻ പരിപ്പുവടയും ചായയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പുവട അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷെ ഉഴുന്നുവടയ്ക്കകത്താണെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടം പോലെ പച്ചമുളക് അരിഞ്ഞിട്ടതും കുരുമുളക് അങ്ങ് ക്രഷ് ചെയ്തിട്ടേക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കി കൊടുത്തു. കാരണം ചക്കരയ്ക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. എവിടെ തിന്നാലും ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു നോക്കി, വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ ചക്കരയ്ക്ക് കൊടുത്തപ്പോഴും ചക്കരയ്ക്ക് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ചക്കരയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ചക്കര പറഞ്ഞ് വീട്ടിൽ പോയി മമ്മിയുടെ ചായ മതി, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വിശക്കും, വേണമെങ്കിൽ ഇപ്പൊ ഇത് കുടിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ അത് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 മണി കഴിഞ്ഞ് 7:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നിടത്ത് പോയി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറെ നേരം നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചക്കരയ്ക്ക് കാല് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടോട്ട് മാറിയിരുന്നു. അങ്ങനെ 7:15 കഴിഞ്ഞു, 7:30 എന്നിട്ടും വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ലഗേജ് കിട്ടാനോ ലഗേജ് എന്തെങ്കിലും മിസ്സാവോ ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്ക് ചക്കരയുടെ അച്ഛൻ വരുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഷിപ്പിലായതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ 7:45 ആയി. അപ്പൊ ചക്കരയ്ക്ക് ശൂശു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചക്കരയും കൊണ്ട് ശൂശു വെക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴും ഒരു അഡ്രസ് ഇല്ല. ഞാൻ വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല. മെസ്സേജ് അയച്ചിട്ട് സിംഗിൾ ടിക്ക്. അങ്ങനെ ചക്കരയുടെ ക്ഷമയെല്ലാം നശിച്ചു. എനിക്കും അറിയത്തില്ല ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോയി. അങ്ങനെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫോൺ കോൾ വന്നു, ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു, ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ലഗേജ് ഒക്കെ കിട്ടി വരാൻ വേണ്ടിയിട്ട് ഒരു 8:30 ആകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്നിട്ട് പിന്നെ കാല് കഴിക്കുന്നതുകൊണ്ട് അവിടോട്ട് മാറിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അമ്മാവനെ വെയിറ്റ് ചെയ്തുള്ള ഇരിപ്പാണ്. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ആള് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വണ്ടി എടുത്തോണ്ട് വരണം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു വണ്ടി എവിടെ ഇട്ടേക്കുന്നതെന്ന്. അപ്പൊ അടുത്ത ടിസ്റ്റ്, ഞാൻ വണ്ടി ഇട്ട സ്ഥലം മറന്നുപോയി. ആപ്പ് വെച്ച് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കാന്ന് വിചാരിച്ച ആപ്പ് ഞാൻ റിന്യൂ ചെയ്തില്ല. ആകെ പെട്ടു. വണ്ടി എവിടാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിന്റെ കൂട്ടത്തിൽ ഭയങ്കര മഴ. ആ മഴ മൊത്തം നനഞ്ഞു.
അങ്ങനെ അരമണിക്കൂറോളം തപ്പി തപ്പി ലാസ്റ്റ് വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മഴ ഏകദേശം തോന്നിട്ടുണ്ടായിരുന്നു, ചാറ്റമഴ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ചിക്കൻ ഉണ്ട്, ചിക്കൻ ടിക്ക. ഐസ്ക്രീം വാങ്ങി തരുവാണ് ഞാൻ വരും. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പൊറോട്ടയും എന്തോ ഒരു ചിക്കൻ കറിയും ഒരു ചിക്കൻ ടിക്കയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെയ്യാൻ പറ്റും. ചിക്കൻ ടിക്ക ചക്കരയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, കാരണം ബാക്കി സ്പൈസി ആണെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും കാണുമ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ട് പക്ഷെ ചക്കര ചിക്കൻ ടിക്കയൊന്നും കഴിച്ചില്ല, കാരണം അത് എന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ടിക്കകത്ത് നാരങ്ങ എടുത്ത് വെച്ച് പിഴിഞ്ഞായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കറിക്കകത്തെ ചെറിയ 1-2 പീസും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ തലവേദന എടുക്കുന്നതെന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേർത്തല എത്തിയപ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറി. ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പാരസെറ്റമോളിന്റെ ട്രിപ്പ് ഇടാം, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ ഇട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, കാരണം ട്രിപ്പ് തീർന്ന് നോക്കാതെ അവർ വിടത്തില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഓക്കെ ആയി. പിന്നെ ഫാർമസിയിൽ പോയി ഒരു മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു വേദനയുള്ളപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ വാങ്ങി പതുക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനായിരുന്നു ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തത്, കാരണം അവന് വയ്യാത്തതുകൊണ്ട്. അങ്ങനെ തോട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റേ ഉള്ളൂ വീട്ടിലെത്താനേ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക്, പായല് വരുന്ന ഈ രാത്രിയിൽ 1:20 ആയതേ ഉള്ളൂ. അങ്ങോട്ട് അവിടെ കിടന്ന് കുറേ നേരം ഞങ്ങൾ അവിടെ കിടന്നു. വണ്ടിക്കൊന്നും ഒരനക്കവും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവിടെ കിടന്നു. അങ്ങനെ 36 മിനിറ്റ് കൂടുതൽ അവിടെ നിന്ന് എടുത്ത്, എന്നിട്ടും വീണ്ടും ബ്ലോക്ക്. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ സാധനം ഇവിടെ വാരിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 4 മണി. അപ്പൊ അത്രയൊക്കെയുള്ള വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ